ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ന്യൂക്ലിയർ റിയാക്ഷൻ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റിനെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റുമായിട്ട് സിമിലർ ആണ്. ഒരു തെർമൽ പവർ പ്ലാന്റിൽ കോൾ ബേൺ ചെയ്താണ് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഹീറ്റ് യൂസ് ചെയ്താണ് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റീം നമ്മൾ ടർബൈനിലൂടെ കടത്തിവിട്ട് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തേക്കുന്ന ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യും. അതുവഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻ വഴിയാണ്. ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട്, ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. മേജർലി ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. കാരണം ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുമാണ്. അതേസമയം ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എക്സ്പെൻസീവുമാണ്. അതിനാൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയസിനെ രണ്ടോ അതിലധികമോ ന്യൂക്ലിയകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഒരു റിയാക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. ഈ ഒരു റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് എനർജി റിലീസ് ആവും. ആ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇൻ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ദ ഹീറ്റ് എനർജി from nuclear fission is used for generation of steam. Nuclear fission is a reaction in which a nucleus is split into two or more smaller nuclei, releasing energy in the form of electromagnetic radiation and kinetic energy. ഈ എനർജിയാണ് നമ്മൾ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഹീറ്റ് എനർജി യൂസ് ചെയ്ത് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് നമ്മളൊരു കൂളന്റ് വഴി അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് ഈ കൂളന്റ് ബോയിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബോയിലറിൽ വെച്ച് കൂളന്റിൽ നിന്നുള്ള ഹീറ്റ് ബോയിലറിനകത്തുള്ള വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി വാട്ടർ ഹീറ്റായി അത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്റ്റീം ഉപയോഗിച്ച് നമ്മളൊരു സ്റ്റീം ടർബൈൻ റൺ ചെയ്യുന്നു. ആ സ്റ്റീം ടർബൈൻ ജനറേറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. അതുവഴി നമുക്ക് ഇലക്ട്രിസിറ്റി ലഭിക്കുന്നു. The heat produced by fission is carried out of the reactor by coolant. ഒരു കൂളന്റ് യൂസ് ചെയ്ത് റിയാക്ടറിനകത്തുള്ള, റിയാക്ടർ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ റിയാക്ഷൻ, അതായത് ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ഒരു കൂളന്റ് വഴി നമ്മൾ ഹീറ്റ് പുറത്തോട്ട് എടുക്കുന്നു. This heat is used to generate steam. This heat transfer takes place in a heat exchanger such as boiler. കൂളന്റിൽ നിന്നുള്ള ഹീറ്റ് ബോയിലറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബോയിലറിലുള്ള വാട്ടർ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നു. This is the layout of a nuclear power plant. The main parts are the reactor. This one is the reactor. And the next part is the heat exchanger. Here we can say steam generator, where steam is generated, such as boiler. The next one is steam turbine. And the last one is generator. Components of nuclear power plant. First one, nuclear reactor. It is an apparatus in which nuclear fuel is subjected to nuclear fission. ന്യൂക്ലിയർ ഫിഷൻ നടക്കുന്ന ആ ഒരു അപ്പാരറ്റസിനെയാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചർ. ദ കൂളന്റ് ഗിവ്സ് അപ്പ് ഹീറ്റ് ടു ദ ഹീറ്റ് എക്സ്ചേഞ്ചർ വിച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ജനറേറ്റിംഗ് സ്റ്റീം. ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് കൂളന്റ് ഹീറ്റ് വലിച്ചെടുക്കുകയും അത് ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. After giving up heat, the coolant is fed back to the reactor. അപ്പം
ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് ബോയിലറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം കൂളന്റ് തിരിച്ച് വീണ്ടും റിയാക്ടറിലോട്ട് പോകുന്നു. റിയാക്ടറിൽ ചെന്ന് വീണ്ടും ഹീറ്റ് വലിച്ചെടുത്ത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൊടുക്കുന്നു. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതൊരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റീം ടർബൈൻ. The steam produced in the heat exchanger is fed to turbine for doing useful work. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റീം ടർബൈനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? സ്റ്റീം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ജനറേറ്റർ. സ്റ്റീം ടർബൈൻ ഡ്രൈവ്സ് ദ ജനറേറ്റർ വിച്ച് കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക് പവർ. ഈ ടർബൈൻ ജനറേറ്ററുമായിട്ട് കപ്പിൾഡ് ആണ്. സോ ടർബൈൻ വർക്ക് ചെയ്യുമ്പോൾ, ടർബൈൻ റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുവഴി മെക്കാനിക്കൽ എനർജി ഓഫ് ദ ടർബൈൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു electrical energy. Now we will go into the details of a nuclear reactor. Before that, we will see how a nuclear reactor looks like. This is the diagram of a nuclear reactor. It has control rods, reflector, moderator and other things. So, components of nuclear reactor. It have mainly 7 components. They are fuel, moderator, control rods, coolant, reactor vessel or pressure vessel, or we can say reactor pressure vessel, reflector and shield. Components of nuclear reactor. The first one is fuel. Nuclear fuels usually used are isotopes of uranium and plutonium. യുറേനിയത്തിന്റെയും പ്ലൂട്ടോണിയത്തിന്റെയും ഐസോട്ടോപ്പുകളാണ് കോമൺലി യൂസ്ഡ് ന്യൂക്ലിയർ ഫ്യൂൽ. ഐസോട്ടോപ്പ് എന്ന് വെച്ചാൽ സെയിം എലമെന്റ്സ് ഹാവിംഗ് ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബട്ട് സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും, ന്യൂട്രോണുകളുടെ എണ്ണം ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള സെയിം എലമെന്റ്സിനെയാണ് നമ്മൾ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി pellets of fissionable materials are arranged in tubes to form fuel rods. ഫിഷണബിൾ മെറ്റീരിയൽസിന്റെ, അതായത് ഫിഷൻ നടക്കാൻ സാധ്യതയുള്ള, അതായത് ഫിഷൻ ചെയ്യാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിനെ നമ്മൾ പെല്ലറ്റുകളാക്കി ഒരു ട്യൂബിൽ അറേഞ്ച് ചെയ്യും. അതിനാണ് നമ്മൾ ഫ്യൂൽ റോഡ് എന്ന് പറയുന്നത്. യുറേനിയം 233, 235, 238, plutonium 239, 240 and thorium 232. ഇതൊക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ന്യൂക്ലിയർ ഫ്യൂൽസ്. സോ ഈ എലമെന്റുകളുടെ ന്യൂക്ലിയസിനെയാണ് നമ്മൾ ഫിഷന് വിധേയമാക്കുന്നത്. ഫിഷന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ന്യൂക്ലിയസിനെ ആൽഫ പാർട്ടിക്കിൾസോ പ്രോട്ടോൺസോ ന്യൂട്രോൺസോ എക്സ്റേസോ അല്ലെങ്കിൽ ന്യൂട്രോൺസ് വെച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു? ബോംബാർഡ് ചെയ്യും, ഇതിനെ കൊളൈഡ് ചെയ്യും. അപ്പോഴാണ് ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് ഫിഷൻ നടക്കുന്നത്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രോൺസ് ആണ്. കാരണം ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. സോ ഇതിനെ ബോംബാർഡ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയതിനാൽ അതിൽ നിന്നുള്ള ഒരു റിപ്പൾഷൻ, ഈ ന്യൂക്ലിയസും ന്യൂട്രോൺസും തമ്മിലുള്ള റിപ്പൾഷൻ കുറവായിരിക്കും. അതിനാൽ നമുക്ക് കുറച്ച് കൈനറ്റിക് എനർജി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഫിഷൻ നടത്താൻ സാധിക്കും. ഈ ന്യൂക്ലിയർ ഫ്യൂൽസിൽ യുറേനിയം 238, തോറിയം 232 ആൻഡ് പ്ലൂട്ടോണിയം 240 ഇവയൊക്കെ ഫിഷൻ ചെയ്യണമെങ്കിൽ ഹൈ എനർജി സപ്ലൈ ചെയ്താൽ മാത്രമേ ഫിഷൻ സാധിക്കുകയുള്ളൂ. അറൌണ്ട് 14 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. റിമൈനിങ് ആയിട്ടുള്ള യുറേനിയം 233, യുറേനിയം 235 ആൻഡ് പ്ലൂട്ടോണിയം 239 they can be fissioned by neutrons of all energies. ഏത് എനർജിയുള്ള ന്യൂട്രോൺ കൊണ്ടും അവയൊക്കെ നമുക്ക് ഫിഷൻ ചെയ്യാവുന്നതാണ്. The next one is moderator. Moderator is used to slow down the kinetic energy of fast moving neutrons. ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ന്യൂട്രോൺസിന്റെ
കൈനറ്റിക് എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അവയെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മോഡറേറ്റർ. കാരണം സ്ലോ മൂവിങ് ആയിട്ടുള്ള പയ്യെ പോകുന്ന ന്യൂട്രോൺസിന് മാത്രമേ ഒരു ഫിഷൻ ചെയിൻ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യമേ ഒരു ഫിഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഫിഷൻ അവിടെ നടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ചെയിൻ റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രോൺസിന്റെ സ്പീഡ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ യൂസ് ചെയ്യുന്നത്. The neutrons collide directly with the moderator and thus slow down. ന്യൂട്രോൺസ് ഈ മോഡറേറ്ററുമായിട്ട് നേരിട്ട് വന്ന് കൊളൈഡ് ചെയ്യുന്നു. അപ്പൊ നേരിട്ട് വന്ന് കൊളൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു, സ്പീഡ് കുറഞ്ഞു, അത് സ്ലോ ആവും. ലൈറ്റ് വാട്ടർ, ഹെവി വാട്ടർ, കാർബൺ, ബെറിലിയം ആർ യൂസ്ഡ് as മോഡറേറ്റർ. മോഡറേറ്റർ ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ലൈറ്റ് വാട്ടർ ഓർ നോർമൽ വാട്ടർ, ഹെവി വാട്ടർ, carbon and beryllium. Control rods. They are used to control the nuclear reaction. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ റോഡ്. അപ്പം ആദ്യമേ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ റോഡ്. They have mainly three purposes. For starting the reactor and maintaining at that level. Reactor start ചെയ്യാനും അതേ ലെവലിൽ കീപ്പ് ചെയ്യാനും. For shutting the reactor down under normal and emergency conditions. നോർമൽ കണ്ടീഷൻസിലും എമർജൻസി കണ്ടീഷൻസിലും റിയാക്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. They are usually made up of cadmium, boron, silver or indium. Control rods control the chain reaction by അബ്സോർബിങ് ന്യൂട്രോൺസ്. ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് കൺട്രോൾ റോഡ് ചെയിൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. The next component is coolant. They are used to extract the heat generated by the fission process. ഫിഷൻ നടക്കുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളന്റ് യൂസ് ചെയ്യുന്നത്. Various fluids such as water, light water or heavy water, gas like air, carbon dioxide or hydrogen, and even liquid metals are used as coolants. The next component is reactor vessel. It is a strong-walled container housing the reactor core and the reflector. റിയാക്ടർ കോറിനെ റിഫ്ലക്ടറിനെ ഉൾക്കൊള്ളുന്ന ഒരു കണ്ടെയ്നറാണ് റിയാക്ടർ വെസൽ എന്ന് പറയുന്നത്. റിയാക്ടർ കോർ എന്ന് പറയുമ്പോൾ പ്ലേസ് വെയർ ദ ഹീറ്റ് ഈസ് ജനറേറ്റഡ്. ഈ ഫ്യൂൽ റോഡ്സ് പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലം, അതായത് ഇത് സെന്റർ ഓഫ് ദ റിയാക്ടർ. ഇറ്റ് ഈസ് സ്ട്രോങ്ലി ബിൽഡ് സോ ആസ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷേഴ്സ് ഡെവലപ്ഡ്. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പ്രഷറിനെയും ഹീറ്റിനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് റിയാക്ടർ വെസൽ ഉണ്ടാക്കിയിരിക്കുന്നത്. They are usually made up of alloy steels. The next component is reflector. It is used to reduce the loss of neutrons by reflecting back into the core of the nuclear reactor. ന്യൂട്രോൺസിന്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിഫ്ലക്ടർ ഉപയോഗിക്കുന്നു. അത് ന്യൂട്രോൺസിനെ റിഫ്ലക്ട് ചെയ്ത് ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോറിലോട്ട് വിടുന്നു. റിഫ്ലക്ടർ ഈസ് ജനറലി മെയ്ഡ് ഓഫ് ദ സെയിം മെറ്റീരിയൽ ആസ് ദ മോഡറേറ്റർ. മോഡറേറ്ററിന്റെ സെയിം മെറ്റീരിയൽ തന്നെയായിരിക്കും റിഫ്ലക്ടറിന് യൂസ് ചെയ്യുന്നത്. ദ ഫൈനൽ കമ്പോണന്റ് ഈസ് ഷീൽഡ്. The shield prevents the transfer of radiation to the external world. ഈ റിയാക്ടറിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഷീൽഡ്. ഹെവി കോൺക്രീറ്റ് ആണ് സാധാരണ ഷീൽഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് റിയാക്ടേഴ്സ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് LWR, അതായത് ലൈറ്റ് വാട്ടർ റിയാക്ടേഴ്സ്. ഈ ലൈറ്റ് വാട്ടർ റിയാക്ടേഴ്സ് എന്ന് വെച്ചാൽ
they are cooled and moderated with light water or ordinary water. They are again divided into two: pressurized water reactor and boiling water reactor. This is the layout of a pressurized water reactor. Pressurized water reactor consists of a pressurizer. ഇത് കൂടാതെ തന്നെ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ നമ്മൾ ഹീറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് രണ്ട് ലൂപ്പ് വഴിയാണ്. പ്രൈമറി ലൂപ്പ്, ദിസ് ഈസ് ദ പ്രൈമറി ലൂപ്പ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡറി ലൂപ്പ്. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അതായത് 1 atmosphere 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് എങ്കിൽ 2 atmosphere 100 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിയും കൂടുതലായിരിക്കും ബോയിലിംഗ് പോയിന്റ്. അതായത് പ്രഷർ കൂടുന്നത് അനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. വാട്ടർ ബോയിൽ ചെയ്യുന്ന ആ ടെമ്പറേച്ചർ കൂടും. അതായത് അത്രയും ഇൻക്രീസ്ഡ് പ്രഷറിൽ അത്രയും ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ എത്തിയാൽ മാത്രമേ വാട്ടർ ബോയിൽ ചെയ്യുകയുള്ളൂ. ഇതിൽ പ്രഷറൈസർ യൂസ് ചെയ്യുന്നത് ഈ ബോയിലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ബോയിലിംഗ് നടക്കുകയാണെങ്കിൽ ചില ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ ഈ ബോയിലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷറൈസർ യൂസ് ചെയ്യുന്നത്. Here the temperature of the coolant may reach up to 300 degrees Celsius. 300 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ കൂളന്റിന്റെ ടെമ്പറേച്ചർ, അതായത് വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്താം. 300 ഡിഗ്രി സെൽഷ്യസിൽ സാച്ചുറേഷൻ പ്രഷർ, അതായത് 300 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബോയിൽ ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രഷർ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 86 ബാർ ആണ്. അപ്പം 300 ഡിഗ്രി സെൽഷ്യസിൽ 86 ബാർ പ്രഷർ ഉണ്ടെങ്കിൽ വാട്ടർ ബോയിലാവും. പക്ഷേ നമുക്ക് ബോയിലിംഗ് ഒഴിവാക്കണം. സോ നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ആൾമോസ്റ്റ് ഒരു 150 റേഞ്ചിൽ, അബൌട്ട് 155 വരെ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്യും ഫോർ പ്രിവെന്റിങ് ബൾക്ക് ബോയിലിംഗ്. പ്രഷർ കൂടുകയാണെങ്കിൽ ഈ വാട്ടർ എല്ലാം കൂടെ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് റിയാക്ടറിന്റെ പെർഫോമൻസിനെ ബാധിക്കുകയും വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ അത് ബേൺ ഔട്ടിന് കാരണമാവുകയും ചെയ്യും. സോ അത് ഒഴിവാക്കാനും, അതേപോലെ തന്നെ പ്രഷർ കുറയുകയാണെങ്കിൽ അത് കാവിറ്റേഷൻ ഉണ്ടാക്കും. ഇത് രണ്ടിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷറൈസർ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ട് സെപ്പറേറ്റ് ലൂപ്സ് ആണ്. സോ ഇപ്പൊ റിയാക്ടറിൽ നിന്ന് കൂളന്റ് ഹീറ്റ് വലിച്ചെടുത്തതിന് ശേഷം അത് ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെ ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൊടുക്കുന്നു. ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഫീഡ് വാട്ടർ ഈ ഹീറ്റ് ക്യാരി ചെയ്ത് അത് സ്റ്റീമായി കൺവേർട്ട് ആയിട്ടാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ സ്റ്റീം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റീം കണ്ടൻസ് ചെയ്ത് ഒരു പമ്പ് യൂസ് ചെയ്ത് വീണ്ടും ഫീഡ് വാട്ടർ ആയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് സപ്ലൈ ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് സ്റ്റീം എടുത്ത് നമ്മൾ ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഫീഡ് വാട്ടർ ഹീറ്ററിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഫീഡ് വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് സ്റ്റീം സപ്ലൈ ചെയ്യും. ഇതില് പ്രൈമറിയും സെക്കൻഡറിയും ലൂപ്പ് സെപ്പറേറ്റ് ആയതുകൊണ്ട് പ്രൈമറി ലൂപ്പിലുള്ള കൂളന്റ് റേഡിയോ ആക്റ്റീവ് ആയാലും, റേഡിയോ ആക്റ്റീവ് ഫ്യൂലുമായിട്ട് മിക്സ് ചെയ്ത് റേഡിയോ ആക്റ്റീവ് ആയാൽ പോലും നമ്മുടെ സെക്കൻഡറി ലൂപ്പിലുള്ള ഫീഡ് വാട്ടർ അതുമായിട്ട് മിക്സ് ചെയ്യാത്തതിനാൽ അത് റേഡിയോ ആക്റ്റീവ് ആവുകയില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഈ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടേഴ്സിനുണ്ട്.
Advantages of pressurized water reactor. Because the water used in the high pressure water loop is isolated from water in the steam loop, no radioactive material is contained in the steam. പ്രൈമറി ലൂപ്പും സെക്കൻഡറി ലൂപ്പും, അതായത് ഹൈ പ്രഷർ വാട്ടർ ലൂപ്പും സ്റ്റീം ലൂപ്പും ഇത് സെപ്പറേറ്റഡ് ആയതിനാൽ, ഐസൊലേറ്റഡ് ആയതുകൊണ്ട് സ്റ്റീമിനകത്ത് റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. PWR has high power density and has compact size. പവർ ഡെൻസിറ്റി കൂടുതലാണ് PWRന്, അതേപോലെ തന്നെ കോമ്പാക്ട് സൈസാണ്. കോമ്പാക്ട് സൈസ് ആയതിനാൽ ഷിപ്സിലും സബ്മറൈൻസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. Disadvantages of PWR. Capital cost is high as high primary circuit requires strong pressure vessel. അതായത് പ്രൈമറി സർക്യൂട്ടിനകത്ത് നമ്മൾ ഹൈ പ്രഷർ വാട്ടർ ആണ് റൺ ചെയ്യുന്നത്. സോ അതിനാല് അതിന്റെ പൈപ്പിങ്ങും പ്രഷർ വെസലിന്റെ കൺസ്ട്രക്ഷനും ഒക്കെ സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമുക്ക് കൂടുതൽ കോസ്റ്റ്, കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡറി സർക്യൂട്ടിലോട്ട് വരുമ്പോഴത്തേക്കും, അതായത് സ്റ്റീം ലൂപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിന്റെ തെർമോഡൈനാമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. ബോയിലിംഗ് വാട്ടർ റിയാക്ടർ. നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ നമ്മൾ കണ്ടു, പ്രൈമറി ലൂപ്പിലുള്ള, പ്രൈമറി സർക്യൂട്ടിലുള്ള വാട്ടർ റിയാക്ടറിൽ നിന്നുള്ള ഹീറ്റ് വലിച്ചെടുത്ത് അത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് സെക്കൻഡറി ലൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡറി സർക്യൂട്ടിലുള്ള ലോ പ്രഷർ വാട്ടറിന് നൽകി ആ ലോ പ്രഷർ വാട്ടർ ആണ് സ്റ്റീമായി കൺവേർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സിംഗിൾ സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. റിയാക്ടറിൽ വെച്ചുള്ള വാട്ടർ റിയാക്ടറിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ സ്റ്റീമായി കൺവേർട്ട് ചെയ്ത് ആ സ്റ്റീം തന്നെ ആണ് നേരിട്ട് ടർബൈനിലോട്ട് കൊടുക്കുന്നത്. സോ ഇതിന് ഒരു സെപ്പറേറ്റ് ബോയിലറിന്റെ ആവശ്യം ഇല്ല. In boiling water reactor, the coolant used in the reactor absorbs heat produced during the fission reaction in the reactor. Water evaporates and steam is generated in the reactor. Reactor വെച്ച് തന്നെ steam generate ചെയ്യും. In this type of reactor, there is no need of separate boiler. This is the layout of a boiling water reactor. This is another layout of a boiling water reactor. In BWR, boiling water reactor, the coolant is in direct contact with the turbines. So if a fuel rod has a leak, radioactive material could be placed on the turbine. Fuel rodന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ടർബൈനിൽ റേഡിയോആക്റ്റീവ് മെറ്റീരിയലിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം the coolant is in direct contact. റിയാക്ടറിൽ നിന്നുള്ള കൂളന്റ് നേരിട്ട് ആണ് നമ്മൾ ടർബൈനിലേക്ക് കൊടുക്കുന്നത്. സോ ഒരു ഫ്യൂൽ റോഡിന് എന്തെങ്കിലും ഒരു ലീക്ക് ഉണ്ടെങ്കിൽ ടർബൈനിൽ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. അഡ്വാൻറ്റേജസ് ഓഫ് BWR. Overall thermal efficiency is greater than that of a pressurized water reactor because there is no separate heat exchanger. Separate heat exchanger യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇതിന്റെ thermal efficiency കൂടുതലാണ്. The pressure inside the pressure vessel is not high, so a thicker vessel is not required. PWR-ലേതുപോലെ, അതായത് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിലേതുപോലെ സർക്യൂട്ടിനകത്തുള്ള, അതായത് നമ്മുടെ ലൂപ്പിനകത്തുള്ള വാട്ടറിന്റെ പ്രഷർ ഹൈ അല്ല. സോ അതുകൊണ്ട് ഒരു തിക്കർ വെസലിന്റെയോ തിക്കർ പൈപ്പിംഗ്സിന്റെയോ ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജസ് ഓഫ് BWR. പോസിബിലിറ്റി ഓഫ് റേഡിയോആക്റ്റീവ് കണ്ടാമിനേഷൻ ഇൻ ദ ടർബൈൻ മെക്കാനിസം. കൂളന്റ് റിയാക്ടർ
റിയാക്ടറുമായിട്ടും ടർബൈനുമായിട്ടും ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളതിനാൽ ടർബൈൻ മെക്കാനിസത്തിൽ ടർബൈനിൽ റേഡിയോ ആക്റ്റീവ് കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.